ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു? സാഫല്യൂ കോംപ്ലക്സ്. ഡ്രസ് മെറ്റീരിയൽ തപ്പി നടക്കുവാണ്. എനിക്ക് ഒരു ഡ്രസ്സ് എടുക്കണം, ഇതൊക്കെ ഒരു ഡ്രസ്സ് എടുക്കണം. അപ്പം നമ്മൾ ഒരുമിച്ച് ഇന്നത്തെ വ്ലോഗ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. നമ്മൾ 2 ഫ്രണ്ട്സ് ഓൺ ദ വേ ആണ്. ഇതൊക്കെ യൂട്യൂബ് ചാനലുണ്ട്, ഓക്കെ, മെൻഷൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, എൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. വിശാഖത്തിലാണോ? ഞങ്ങൾ ഫ്രണ്ട്സിനെ കാത്ത് നിൽക്കുകയാണ്. എപ്പോൾ എത്താൻ പറഞ്ഞാലെന്നറിയാമോ? നിന്റെ ഈ ഇതിൽ എൻ്റെ ലിപ്സ്റ്റിക്ക് വരുന്നില്ലേ? എൻ്റെ റെഡ് ലിപ്സ്റ്റിക് അല്ലേ, അതെന്ത് വരാത്ത? എൻ്റെ ലിപ് ഷെയ്ഡ് കൊള്ളാവോ? ശരിക്കും ബ്രൗൺ അല്ലല്ലോ ഇട്ടിരിക്കണേ. അല്ല, പിങ്ക് റോസ് ഇട്ടിട്ട് ഇതിലിതാ ബ്രൗൺ ലിപ്സ്റ്റിക് ആയിട്ടാണ് കാണുന്നത്. അതോ എക്സ്പ്രഷൻ ഒന്നുകൂടെ കാണിക്കുമോ? ആൾക്കാർ തെറ്റിദ്ധരിക്കും. കുഴപ്പമില്ലല്ലേ? വളയല്ല അത്. ഇവരുടെ എൻ്റെ ലിപ്സ്റ്റിക്ക് ബ്രൗൺ കളർ എൻ്റെ ലിപ്സ്റ്റിക്ക്. ഇത് വന്ന നേരം മുതൽ പറയുക. അവരില്ല ഞങ്ങൾ സാഫല്യത്തിൽ നേരെ ഇറങ്ങി, നേരെ പോയത് പരാഗിലോട്ടാണ്. പരാഗിൽ ചെന്ന് ഒരുപാട് മെറ്റീരിയൽസ് കണ്ടു. ഈ 140 രൂപയ്ക്ക് സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ അവിടെ ചെന്നിട്ട് കണ്ടില്ല. അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് അവിടെ. പിന്നെ ഞങ്ങൾ നേരെ പോയി കുറേ മെറ്റീരിയൽ നോക്കി. പിന്നെ ഇന്ന് നോക്കിയപ്പോൾ അവിടെ നല്ലൊരു മിറർ ആയിരുന്നു. മിറർ കണ്ട് എനിക്ക് എന്തൊരു പ്രാന്താണ്. കുറേ പോസൊക്കെ ഇട്ട് കുറേ വീഡിയോസൊക്കെ എടുത്തപ്പോൾ എനിക്കൊരു സമാധാനം. അങ്ങനെ ലക്ഷ്മിക്കുള്ള സാധനം നോക്കി. ലക്ഷ്മി ഒരു ഇൻസ്പയർഡ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. അതൊക്കെ വരുന്ന വരി കാണിച്ചു തരാം. പിന്നെ ഞാൻ എടുത്തത് ഈ ഒരു ഗ്രീൻ കളറാണ് എടുക്കാൻ വേണ്ടി ഫസ്റ്റ് വിചാരിച്ചിരുന്നത്. ഇതിന് മീറ്ററിന് 240 രൂപയാണ് ഞാൻ ഈ കാണിക്കുന്ന ഈ ഡ്രസ്സിൻ്റെ മീറ്ററിൻ്റെ റേറ്റ് വരുന്നത്. അങ്ങനെ കുറേയൊക്കെ വച്ചു നോക്കി. ഇത് വച്ച് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എനിക്ക് വാങ്ങിക്കാനാണ്. പക്ഷെ ഇതെനിക്ക് വാങ്ങിക്കാനല്ല, ഇതെൻ്റെ ചേച്ചിക്ക് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അങ്ങനെ കുറേ വച്ചു നോക്കി. എന്നിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുത്തില്ല. അപ്പം ഇതാണ് ലക്ഷ്മിയുടെ ഡ്രസ്സാണ്. ഒരു ഇൻസ്പയർഡ് ലുക്കാണ് ലക്ഷ്മി എടുക്കാൻ പോകുന്നത്. അതൊക്കെ വരുന്ന വഴി വീഡിയോയിൽ കാണിക്കാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ലക്ഷ്മിക്ക് വേണ്ടി കുറേ ഡ്രസ്സൊക്കെ വെച്ച് നോക്കി അവൾ ലാസ്റ്റ് ഫൈനൽ ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ഗ്രീൻ എടുക്കണ്ടേന്ന് ലാസ്റ്റ് കൺഫ്യൂഷനിൽ പക്ഷേ എടുത്തു. പക്ഷേ ഈ ഗ്രീൻ അല്ല, വേറെ കടയിൽ നിന്നാണ് എടുത്തത്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തളർന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 3 മണി 4 മണി സമയമായി. പിന്നെ നേരെ ഞങ്ങൾ മുർജൽ മന്തി കയറി മന്തി ഓർഡർ ചെയ്തു. കുറേ സമയം കഴിഞ്ഞ് ഞങ്ങളുടെ മന്തി ലാസ്റ്റ് എത്തി. അയ്യോ, ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ട് മന്തി കഴിക്കുന്നത്. എല്ലാവരും വിശന്ന് വലഞ്ഞു. പക്ഷേ കിട്ടില്ല ദിവസമായിരുന്നു. ഓക്കെ, ബൈ.